കെപിസിസി പുനഃസംഘടനയിലും ഡിസിസി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിലും തർക്കം തുടരുന്നു. തിരുവനന്തപുരത്ത് എൻ ശക്തൻ തുടരേട്ടെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. പട്ടികയിലിടഞ്ഞ് കെ സുധാകരനും രംഗത്തെത്തി. നിർണായക ചർച്ചകൾ ഇന്നും നാളെയുമായി കേരളത്തിലാണ് നടക്കുന്നത്. ദില്ലി ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കേരളത്തിലും ചർച്ചകൾ തുടരുന്നത്. നിരുപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ദില്ലിയിലെത്തിയ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പട്ടിക എഐസിസി നേതൃത്വത്തിന് കൈമാറാൻ കഴിഞ്ഞില്ല. കാരണം എംപിമാരുമായി നടത്തിയ ആശയവിനിമയത്തിൽ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. നേരത്തെ ഉണ്ടാക്കിയ ധാരണ ഇതോടുകൂടി തെറ്റി. അങ്ങനെ പട്ടിക കൈമാറാതെയാണ് തിരിച്ച് നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇന്നും നാളെയുമായി ചർച്ചകൾ തുടരുകയാണ്. നാളെ ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ അവിടെ ഒരു പരിപാടിക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ വെച്ച് മുതിർന്ന നേതാക്കൾ, മുൻ കെപിസിസി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തും. ഒപ്പം തന്നെ ഈ വി ഡി സതീശൻ, സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ പരസ്പരം കൂടിയാലോചിച്ച് ഒരു പ്രാഥമികമായ ഒരു പട്ടിക ഉടൻ തന്നെ തയ്യാറാക്കാം. അത് ഉടൻ തന്നെ ദില്ലിയിൽ സമർപ്പിക്കാൻ കഴിയുമെന്നതാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. പക്ഷേ DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ തർക്കം ഇപ്പോഴും തുടരുന്നുണ്ട്. DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ സ്വാഭാവികമായി അവരെ അടുത്ത പദവിയിലേക്ക് ഉൾപ്പെടുത്തണം. KPCC ജനറൽ സെക്രട്ടറിമാരാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ KPCC നിലവിലുള്ള കമ്മിറ്റി ജംബോ കമ്മിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സമവായം അങ്ങനെയായിരിക്കും എത്തിക്കാനുള്ള സാധ്യത. ഒപ്പം തന്നെ മലബാറിലെ 3 DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ കടുത്ത എതിർപ്പാണ് കെ സുധാകരൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, കെ സുധാകരനെ പദവിയിൽ നിന്ന് തെറിപ്പിക്കുന്നതിന് കൂടെ നിന്ന് ചതിച്ച ഒരു നേതാവുണ്ട്. അത് KPCCയുടെ ഒരു ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ KPCCയുടെ വൈസ് പ്രസിഡന്റായി ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം നിലവിലുള്ള പട്ടികയിലുണ്ട്. അത് ഒരിക്കലും ആ പേര് അംഗീകരിക്കില്ല എന്ന നിലപാട് കെ സുധാകരൻ സ്വീകരിക്കുന്നു. തിരുവനന്തപുരത്ത് ആരെ പുതുതായി കൊണ്ടുവരുന്ന തരത്തിലുള്ള തർക്കം നടക്കുകയാണ്. കാരണം കടുത്ത നിലപാട് ചെമ്പഴന്തി അനിലിനെ തന്നെ DCC അധ്യക്ഷനാക്കണമെന്ന നിലപാട് വി ഡി സതീശൻ ഉന്നയിക്കുന്നു. KC വേണുഗോപാലിന്റെ സന്തത സഹചാരിയാണ് മണക്കാട് സുരേഷ്. മണക്കാട് സുരേഷിന് വേണ്ടി ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദിന്റെ പേര് ചില നേതാക്കൾ മുന്നോട്ട് വെച്ചു. യുവ നേതാവ് എന്ന നിലയിൽ ശബരിനാഥന്റെ പേര് കൂടി പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തരൂരടക്കമുള്ള നേതാക്കളാണ് ശബരിനാഥന്റെ പേര് മുന്നോട്ട് വെച്ചത്. അങ്ങനെ പലതരത്തിലുള്ള തർക്കം വന്നപ്പോൾ വി ഡി സതീശൻ ചെമ്പഴന്തി അനിലിന് വേണ്ടി വാദിച്ചു. അതോടുകൂടി മുതിർന്ന നേതാക്കൾ എതിരായി മാറി. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് DCC അധ്യക്ഷൻ മാറ്റേണ്ട കാര്യമില്ല. പാലോട് രവിക്ക് പകരം വന്ന എൻ ശക്തൻ തന്നെ DCC അധ്യക്ഷനായി തുടരട്ടെ എന്ന നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ DCC അധ്യക്ഷന്റെ കാര്യത്തിൽ തിരുവനന്തപുരത്ത് തർക്കമുണ്ട്. പല ജില്ലകളിലും കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് നിലവിലെ DCC അധ്യക്ഷനെ മാറ്റേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ എംപിമാരുടെ അഭിപ്രായം വന്നതോടുകൂടി KPCC ജനറൽ സെക്രട്ടറിമാരെ നിശ്ചയിക്കുന്നതിലും DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിലുള്ള ആശയക്കുഴപ്പമുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് KPCC സെക്രട്ടറിമാരാണ്. KPCC സെക്രട്ടറിമാരുടെ എണ്ണം ഇങ്ങനെ ഇത് മാറ്റുന്നതനുസരിച്ച് അളവിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളത്തെ ചർച്ച നിർണായകമാകും. കാരണം KC വേണുഗോപാലുമായി നടത്തുന്ന ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കും അന്തിമ പട്ടിക സമർപ്പിക്കുക. ആ പട്ടിക വീണ്ടും വെട്ടും തിരുത്തലിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും പുനഃസംഘടന നീളാനാണ് സാധ്യത. അസിത. നിരുപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.